അതെ, നമ്മുടെ മേള ഇന്നിപ്പോ 4ാം ദിവസമാണ്. നമ്മൾ 13-ാം തീയതി തുടങ്ങി. അപ്പോൾ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ വേദി ഇപ്പൊ തന്നെ നമ്മൾ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ വളരെ ശ്രദ്ധേയങ്ങളായി മാറിയിട്ടുണ്ടെന്നാണ് ഡെലിഗേറ്റ്സുകളും അതുപോലെ സിനിമ കാണുന്ന മറ്റ് എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞത് നമുക്ക് വളരെ സന്തോഷവും അഭിമാനവും ആത്മവിശ്വാസവും ഒക്കെ നൽകുകയാണ്. ഇപ്പോൾ ഈ ലോക സിനിമാ വിഭാഗത്തിൽ അതുപോലെ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലുള്ള സിനിമകൾ, പിന്നെ വിവിധ പാക്കേജുകൾ, ഇതെല്ലാം ഇപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് ഞാൻ ഇതുവരെ കേട്ടത്. തീർച്ചയായും ഇതൊരു ഇത്രയും സിനിമകൾ പ്രദർശിപ്പിക്കുന്ന ഒരു മേളയാണ്. ചില സിനിമകൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചിലപ്പോൾ ചിലത് സ്വീകാര്യമായില്ല എന്ന് വരാം, അതുകൊണ്ടാവാം അത്തരം അഭിപ്രായങ്ങൾ. പക്ഷേ എന്റെ ശ്രദ്ധയിൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും ഇതുവരെ കേട്ടില്ല. പക്ഷേ നമ്മൾ ഉദ്ഘാടനം ചെയ്ത ദിവസം അന്നത്തെ ആദ്യ ചിത്രം, ഉദ്ഘാടന ചിത്രം തന്നെ ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന സിനിമ തന്നെ ഒരു മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് നമ്മുടെ ഇതിലൊക്കെ വാർത്തകൾ വന്നതുമാണല്ലോ. തുടർന്ന് ഇങ്ങോട്ടുള്ള പല സിനിമകളും ഈ ലോക സിനിമാ വിഭാഗത്തിലൊക്കെ ഉള്ളത്, ഇപ്പോൾ സബ്സ്റ്റാൻസ് എന്ന് പറഞ്ഞ സിനിമ, അതുപോലെ കുറേ സിനിമകളുണ്ട്. അത്തരം ആ കൂട്ടത്തിൽ പറയാനുള്ള കുറേ സിനിമകൾ നമുക്ക് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നമുക്കിപ്പോൾ ഒരു അഭിപ്രായം നേടാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്ന് ജനപങ്കാളിത്തമാണ്. നമ്മുടെ ഒരു മേളയുടെ ഏറ്റവും ഒരു വലിയത് ജനപിന്തുണ, ജനങ്ങളുടെ ഒരു സഹകരണം. ഡെലിഗേറ്റ്സിന്റെ ഭാഗത്തു നിന്നായിരുന്നാലും മറ്റ് സീനിയർ സിറ്റിസൺസ് ഒരുപാട് പേരുണ്ട്, മറ്റ് ഗസ്റ്റുകൾ കുറേയുണ്ട്, ഒഫീഷ്യൽസ്, ഇതെല്ലാം കൂടി ഏതാണ്ട് 15,000-ഓളം പേരൊക്കെയാണ് വരുന്നു എന്നാണ് ഒരു കണക്ക്. അതൊരു ഔദ്യോഗികമായിട്ട് അത്രയും നമുക്ക് കൃത്യതയോടുകൂടി എനിക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷെ ഏതാണ്ട്. അപ്പൊ അത്രയും ഒരു വലിയ ഒരു ജനത, ഒരു എന്താണ്, ഒരു വലിയ പ്രത്യേകിച്ച് യുവത അവരുടെ ഒരു വലിയ ആഘോഷമായിട്ട് ഈ മേള ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന്, കയ്യൂരിൽ നിന്ന് ഒരു പ്രചരണ വിളംബര ജാഥ ഫെസ്റ്റിവൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ മാസം തന്നെ അത് ആരംഭിച്ചതാണ്. അത് എല്ലാ ജില്ലകളിലും സഞ്ചരിച്ച് അവിടെയെല്ലാം സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ച് അവിടെയെല്ലാം മികച്ച ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു സാംസ്കാരിക ഉത്സവം അതിവിടെ നടക്കുന്നു, IFFK നടക്കുന്നു എന്ന് ആദ്യമായി ലോകത്തോട് വിളംബരം ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. അത് ഇവിടെ സമാപിച്ചപ്പോൾ നമ്മുടെ മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് ദീപശിഖ തെളിച്ച് മലയാള സിനിമയിലെ അനശ്വര പ്രതിഭകൾക്ക് അവരുടെ സ്മരണകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച്, മലയാള സിനിമ എന്ന് പറയുന്നത് കുറെ താരങ്ങളുടെ മാത്രമല്ലല്ലോ, ഒരുപാട് പേരുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് മലയാള സിനിമ ഇന്നിപ്പോൾ ലോകത്തിന്റെ നിറകയിലൊക്കെ ഇങ്ങനെ വളരെ ശ്രദ്ധാകേന്ദ്രമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു വലിയ നേട്ടമുണ്ടാക്കാൻ ഒരുപാട് പേരുടെ പ്രയത്നം അതിന്റെ പേരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് ഉദ്ഘാടന ദിവസവും പറഞ്ഞതാണ്. നമ്മളിവിടെ ഈ രാവിലെയൊക്കെ സെറ്റുകളിൽ ചായ കൊടുക്കുന്ന നമ്മുടെ പ്രൊഡക്ഷൻ ബോയ്സ് എന്ന് പറയുന്ന നമ്മുടെ ആ സഹോദരങ്ങൾ, അവർ മുതൽ വലിയ മുതൽ മുടക്കുകൾ സിനിമ നിർമ്മിക്കുന്ന പ്രൊഡ്യൂസർമാർ വരെ, ഒപ്പം പ്രേക്ഷകരുൾപ്പെടെ അവരാണ് ഈ സിനിമയെ ഇൻഡസ്ട്രിയെ നിലനിർത്തുന്നത്. അങ്ങനെ ഒരുപാട് പേരുടെ സഹകരണത്തോടും പരസ്പര വിശ്വാസത്തോടും അവരുടെ ഒരു പരസ്പര ആശ്രയത്വത്തിലാണ് ഈ സിനിമാ വ്യവസായം മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ഈ അഭിനേതാക്കളെ, സാങ്കേതിക വിദഗ്ധരെ, നിർമ്മാതാക്കളെ, തിരക്കഥാകൃത്തുക്കളെ, എല്ലാ പ്രതിഭകളെയും അവർക്കെല്ലാം നമ്മൾ ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. അതിന്റെ ഒരു അടയാളം എന്നോളം മെരിലാൻഡ് സ്റ്റുഡിയോയിൽ നമ്മൾ ഒരു കാലത്തെ മലയാള സിനിമയുടെ സ്മരണകൾ ഇങ്ങനെ ഉറങ്ങുന്ന മെരിലാൻഡ് സ്റ്റുഡിയോയിൽ എല്ലാ ചലച്ചിത്ര പ്രതിഭകൾക്കും, ഒരു കാലത്തെ എല്ലാ വലിയ പ്രതിഭകളും എല്ലാവരും അവരുടെ പാദസ്പർശമേറ്റ മണ്ണാണ്. അവിടെ നമ്മൾ ആദരാഞ്ജലി അർപ്പിക്കുകയും ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുന്ന, നമ്മോടൊപ്പം നിറദീപങ്ങളായി ജ്വലിച്ചു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെയൊക്കെ ഓർക്കുകയും ആദരവ് നൽകുകയൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ മേള ആരംഭിച്ചത്. ഇപ്പോഴും ആ അന്ന് കൊളുത്തിയ സ്മൃതി ദീപം മാനവീയം വീഥിയിൽ P. ഭാസ്കരൻ മാഷിന്റെ, ദേവരാജൻ മാഷിന്റെയൊക്കെ ആ പ്രതിമകളുടെയൊക്കെ സമീപത്തായിട്ട് അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ എല്ലാവരെയും ഓർക്കുകയാണ്, എല്ലാവരെയും ഒരു വലിപ്പച്ചെറുപ്പവുമില്ലാതെ, ഒരു താരപരിവേഷത്തിന്റെയും ഇതില്ലാതെ എല്ലാവരെയും നമ്മൾ ഓർക്കുന്നു. അവർക്കെല്ലാം ഒരു ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് ഈ മേള തുടങ്ങിയത്. ഈ മേളയുടെ ഒരു സവിശേഷത കൂടി ഞാൻ പറയാം. അത് ലോക സിനിമയിൽ ഒരുപാട് സ്ത്രീ സാന്നിധ്യങ്ങളുണ്ട്, വനിതകളുടെ വലിയ സാന്നിധ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ലോക സിനിമയിൽ സംഭാവന ചെയ്തിട്ടുള്ള വലിയ സിനിമാ പ്രതിഭകൾക്ക് അവരുടെ പ്രതിഭയെ, അവരുടെ സംഭാവനകളെ അംഗീകരിക്കുകയും അതിനെ ആദരിക്കുകയും അത് അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലായിട്ട് കൂടി ഇത് മാറുന്നു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് നേടിയ നമ്മുടെ ഹോങ്കോങ്ങിലെ പ്രശസ്ത സംവിധായക ഫിലിം മേക്കറായിട്ടുള്ള ആൻഹുയി, ഓർമ്മയുണ്ട് ആൻഹുയി, അതുപോലെ തന്നെ നമ്മുടെ സ്പിരിറ്റ് ഓഫ് സിനിമ നമ്മുടെ പായൽ കപാഡിയ അടുത്ത കാലത്ത് കാനില്, പിന്നെ നമ്മുടെ ജൂറി ചെയർപേഴ്സൺ വനിതയാണ് ആനിസ്
ഗോദാർദ് എന്ന് പറയുന്ന സംവിധായിക. ഇതുപോലെ ഇവരെല്ലാം നമ്മൾ പരിഗണിച്ചത് അത് ഒരു പരിധിവരെ അത് യാദൃശ്ചികമായി ഇങ്ങനെ സംഭവിക്കുക കൂടിയായിരുന്നു. നമ്മളൊരു ബോധപൂർവം ചെയ്ത ഒന്നായിട്ട് അല്ല. അത് നമ്മുടെ ഒരു മനസ്സിലങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ മലയാള സിനിമയുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ സ്ത്രീ പ്രതിഭകളെ നമ്മൾ കൂടുതൽ അവരുടെ പ്രതിഭകളെ അവരുടെ കഴിവൊക്കെ നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒന്നായി നമ്മുടെ ഒരു കൺസെപ്റ്റ് തന്നെ അങ്ങനെ നമ്മളത് രൂപപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ നമ്മുടെ ചില പാക്കേജുകൾ ഈ ഫീമെയിൽ ഗെയിംസ് പോലെയുള്ള അത്തരം സിനിമകൾ, അതുപോലെ നമ്മുടെ മലയാളം സിനിമ ടുഡേയിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്ന സിനിമകളിൽ ഏതാണ്ട് 4 സിനിമകൾ അത് സ്ത്രീ സംവിധായകരുടെ സാന്നിധ്യമുള്ള സിനിമകളാണ്. അതിനകത്ത് 2 സിനിമകൾ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലും പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിക്കൊണ്ടുപോകുന്നു. ഈ ഉദ്ഘാടന വേദിയിൽ തന്നെ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും ഒരു ബ്രില്യന്റ് ആക്ട്രസ് എന്നൊക്കെ പറയുന്ന ഒരു ലെജൻഡ് ആണ് ഷബാന ആസ്മി. ഷബാന ആസ്മി എന്ന് പറയുന്ന മഹാകലാകാരിയെ നമ്മൾ ഈ വേദിയിൽ ആദരിച്ചു. കഴിഞ്ഞ ദിവസം അതും എടുത്തു പറയേണ്ട ഒരു പരിപാടിയാണ്. നമ്മളെ ഇവിടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നമ്മൾ മലയാള സിനിമയിലെ ഒരു കാലത്തെ മുതിർന്ന കലാകാരികൾ 80കൾ വരെ ഇവിടെ നിറഞ്ഞു നിന്നിരുന്ന കുറേ സ്ത്രീ സാന്നിധ്യങ്ങൾ അവരെ നമ്മൾ ആദരിക്കുകയും അത് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഔദ്യോഗിക ആദരിക്കൽ ചടങ്ങായിട്ട് അത് മാറി. നമ്മൾ ആ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ പ്രതിഭകളെയും നമ്മൾ നേരിട്ട് തന്നെ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ചിലർക്കൊക്കെ വരാനുള്ള അസൗകര്യമുണ്ടായി, ചിലർക്ക് ദൂരെ നിന്ന് വരാനുള്ള അനാരോഗ്യ പ്രശ്നം പറഞ്ഞു, യാത്ര ചെയ്യാനുള്ള അസൗകര്യം പറഞ്ഞു, അങ്ങനെ കുറെ പേര് ഒഴിവായി. എങ്കിലും നമുക്ക് പരമാവധി കിട്ടാവുന്ന അവരെല്ലാം വരാവുന്ന സംബന്ധിച്ചവരെല്ലാം നമ്മളത് കഴിഞ്ഞ ദിവസം ആദരിച്ചു. അതും ഏറ്റവും അവിസ്മരണീയമായ വളരെ വൈകാരികമായ ഒരു മുഹൂർത്തമായിട്ട് അവർ മാറി. അവരെല്ലാം പോയിട്ട് മധുസാർ എന്ന് പറയുന്ന മലയാള സിനിമയുടെ കാരണവരെ ഒരു കാലത്ത് ഇവരെല്ലാം വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹം ഇപ്പോ ഒരു വാർദ്ധക്യത്തിന്റെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ കഴിയുകയാണ്. അദ്ദേഹത്തെ വീട്ടിൽ പോയി സന്ദർശിച്ചു. ഇങ്ങനെ എല്ലാം കൊണ്ടും ഈ സിനിമ കൂടുതൽ ഒരു അതിന്റെ സിനിമകളുടെ ഒരു ക്രിയേറ്റിവിറ്റി സൈഡ് മാത്രമല്ല, ഇത്തരം ചില വൈകാരികമായ നിമിഷങ്ങളും ഒക്കെ വളരെ ശ്രദ്ധേയമായി. ഈ മേളയിൽ എനിക്കൊരു വ്യക്തിപരമായിട്ടൊരു വലിയ സന്തോഷം തോന്നിയത് സിനി ബ്ലഡ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പരിപാടിയാണ്.